വാട്സ്ആപ്പ് ഗായ്സ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ബാക്ക് ഫ്ലിപ്പിൻ്റെയും ഫ്രണ്ട് ഫ്ലിപ്പിൻ്റെയും ബാക്ക് ഹാൻഡ് സ്പ്രിങ്ങിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള റോളിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പാർട്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങളത് പോയി കണ്ടിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ബെറ്റർ. കാരണം കുറച്ചും കൂടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിങ് കാര്യങ്ങളൊക്കെ അതിനകത്താണുള്ളത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസും കിട്ടി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രൊഫൈൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് പ്രൊഫൈൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഓൾ ഫ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയൽസിൻ്റെ ഒരു പ്ലേലിസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ പാർട്ട് 2ലേക്ക് പോവാം. ലെറ്റ്സ് റോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐറ്റത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഹാൻഡ് സ്റ്റാൻഡ് റോളാണ്. ഹാൻഡ് സ്റ്റാൻഡ് റോള് നമുക്ക് ഉപകാരമാകുന്നത് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിനാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്യൂട്ടോറിയൽസിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്രഷൻ നമ്മൾ ചെയ്തതാണ്. അതിനകത്ത് ചെയ്തൊരു മെയിൻ ഡ്രിൽ തന്നെയായിരുന്നു ഹാൻഡ് സ്റ്റാൻഡ് റോൾ എന്ന് പറയുന്നത്. ഇത് ചെയ്യണമെങ്കിൽ 2 മെയിൻ പാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒന്ന് ഹാൻഡ് സ്റ്റാൻഡും ഒന്ന് ഫ്രണ്ട് റോളും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തല ഫ്ലോറിൽ ടച്ച് ചെയ്യാതിരിക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഞ്ചുറി പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. സംഭവം ബേസിക് ആയിട്ടുള്ള റോളാണെങ്കിലും ഇത് ഇഞ്ചുറി വരുത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഹാൻഡ് സ്റ്റാൻഡ് റോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിനാണ്. ഇതിൻ്റെ ഹാൻഡ് സ്റ്റാൻഡ് റോളിങ്ങും പക്ക ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത റോളിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ട് റോൾ ആൻഡ് കിപ്പപ്പ് ആണ്. അതായത് ഫ്രണ്ട് റോൾ ചെയ്ത് ആ ഫ്ലോയിൽ തന്നെ നമ്മൾ കിപ്പപ്പ് ചെയ്യുന്നതിനാണ് ഫ്രണ്ട് റോൾ ആൻഡ് കിപ്പപ്പ് എന്ന് പറയുന്നത്. ഇതും യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തല ഒരിക്കലും ഫ്ലോറിൽ ടച്ച് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ടോയിൽ തന്നെ ലാൻഡ് ചെയ്യുക. പിന്നെ ഫ്രണ്ട് റോളും കിപ്പപ്പും നമ്മൾ പക്കായിരിക്കണം. കിപ്പപ്പിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഫ്രണ്ട് റോളിൻ്റെ വീഡിയോ നമ്മുടെ പാർട്ട് 1 ഉണ്ട്, നിങ്ങൾ അതും ചെക്കൗട്ട് ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റോളിംഗ് എന്ന് പറയുന്നത് പാർക്കോർ റോളാണ്. പാർക്കോർ റോളിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ സേഫായിട്ട് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, സേഫ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് എടുത്ത് ചാടിയിട്ട് അവർ ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു റോളും കൂടെ ചെയ്യുന്നത്. അത് നമ്മുടെ കാലിന് ഇഞ്ചുറി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വന്ന് വീഴുന്ന സമയത്തുള്ള ആ ഒരു മോട്ടീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള റോളാണ്. വലിയ വലിയ ഫ്ലിപ്പിനൊന്നും ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിങ്ക് വെബ്സ്റ്ററിന് ഇത് ഉപകാരപ്പെടും തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ പാർക്കോർ റോൾ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് റോൾ. അപ്പോൾ ഗൈസ്, പാർക്കോർ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പാർക്കോർ റോൾ എന്ന് പറയുന്നത് ശരിക്കും ഫ്രണ്ട് റോളിന് ക്ലോസ് ആയിട്ടുള്ള റോളാണ്. അതായത് പാർക്കോർ റോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റോൾ നമുക്ക് അറിഞ്ഞിരിക്കണം. പക്ഷേ ഫ്രണ്ട് റോളിൽ നിന്ന് കുറച്ച് ഡിഫറൻസസ് ഇതിനുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്രണ്ട് റോൾ നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അതായത് നമ്മുടെ തലയുടെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഫ്ലോറിൽ കൊണ്ടുപോയി വെക്കുന്നത്. തലയല്ല, തലയുടെ താഴെയുള്ള പോർഷനാണ്, കഴുത്തിൻ്റെ പോർഷനാണ് നമ്മൾ ഫ്ലോറിൽ കൊണ്ടുപോയി വെക്കുന്നത്. പക്ഷേ പാർക്കർ റോള് പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ നേരെ പോയി തല വെക്കാൻ പറ്റില്ല. നമ്മൾ നേരെ ഷോൾഡറാണ് വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഷോൾഡർ വെക്കാം, ലെഫ്റ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഷോൾഡർ വെക്കാം. ഞാൻ ലെഫ്റ്റ് ഷോൾഡറാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നത്, ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത് ഞാൻ വെക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. അപ്പോൾ ഈ ഷോൾഡർ ടു ഈ ബാക്ക് പോർഷൻ ആയിരിക്കും. അതായത് ഇങ്ങനെയാണ് റോളിങ് വരിക, ചെരിഞ്ഞിട്ട് ഒരു ക്രോസ് ആയിട്ടാണ് നമ്മൾ
ഫ്ലോറിലേക്ക് പോകുന്നത്. പക്ഷേ റോളിങ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ പാർക്കർ റോൾ എന്തിനാണെന്നും എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് സേഫ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ മൊത്തം റോളിങ്ങും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി അക്വയർ ചെയ്യുക. പിന്നെ എല്ലാ മൂവും ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ബോഡി വാമപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറീസ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ കുറിച്ചോ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെന്താ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ, എല്ലാ യൂട്യൂബ് ചാനലും ഒരേ ടോണിൽ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബും ബെല്ലൈക്കണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ എല്ലാം ചെയ്യുക. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.